അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതിയായി കൃപാസ്ഥാന ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിന്റെ മാധ്യസ്ഥയിൽ അത്താറെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ കർത്താവ് ഈ പ്രഭാതത്തിലെ അങ്ങനെ മക്കളെ കാത്തു കൊതിച്ചിരിക്കുകയാണ്. ഈശോയെ, നിന്റെ വലതുകരത്തിൻ്റെ ഒരു ആശീർവാദം കിട്ടാൻ വേണ്ടി കർത്താവ് ഇന്ന് യാത്രയ്ക്ക് ഒരുങ്ങുന്ന ഓരോ മക്കളുണ്ട്. ഓരോ ഉദ്യമങ്ങളിലൂടെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് പോണവരുണ്ട്. ഓരോ ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ച് പോകുന്നവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുവാർന്ന് ആണിപ്പെടുതാന്ന് വലതുകരം മക്കളുടെ ശിരസ് വെക്കണമേ. അവർ പോകുന്നിടത്തേക്കല്ല, നീ പോകുന്നിടത്തേക്കെല്ലാം ഞാൻ നിന്റെ കൂടെ വരുമെന്ന് കർത്താവ് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. ഈശോയെ, അങ്ങയുടെ സഞ്ചാര സാന്നിധ്യം അങ്ങയുടെ മക്കളുടെ കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉദ്യോഗത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോകുന്നവരുണ്ട്, പഠന കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജീവിത വ്യാപാരങ്ങൾക്ക് സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നവരുണ്ട്, ജോലി സംബന്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നത് അവരുടെ എല്ലാം കർത്താവിൻ്റെ തിരുസേന സമർപ്പിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശിൻ്റെ അടയാളത്തിൽ ഇനി ഇന്നത്തെ ദിവസം നീ പോകുന്ന എല്ലാ ഇടങ്ങളിലും നിൻ്റെ കർത്താവ് നിന്നെ സന്ധിക്കട്ടെ. നിത്യപിതാവും പുത്രൻ പരിശുദ്ധാത്മാവുമായ സർവീശ്വര എന്നേക്കുവാമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, തിരുസഭയിലെ ക്രിസ്മസിന് ഒരുക്കമായുള്ള ആഗമന കാലത്തിൽ ഇവിടെ നമ്മൾ കടന്നു പോവുകയാണ്. ചെറിയ നോമ്പ് കാലഘട്ടമാണിത്. ചെറിയ നോമ്പ് കാലഘട്ടം പലപ്പോഴും അത് വലിയ നോൻപ് കാലഘട്ടമായാലും നോൻപ് എപ്പോഴും വരുന്നത് പ്രായശ്ചിത്തത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പ്രായശ്ചിത്തം എപ്പോഴും പശ്ചാത്താപത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. പശ്ചാത്താപം എപ്പോഴും
റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു, പൂർവസ്ഥിതി പ്രാപിക്കാൻ. വരപ്രസാദത്തിൻ്റെ പൂർവസ്ഥിതി, ജ്ഞാനസ്ഥാനത്ത് നമുക്ക് ലഭിച്ച വരപ്രസാദം, അതിനുശേഷം പരിശുദ്ധ കുർബാന സ്വീകരണത്തിന് ശേഷം നമുക്ക് ലഭിച്ച വരപ്രസാദം, അതിനൊപ്പം തന്നെ സ്ഥൈര്യലേപനത്തിലൂടെ നമുക്ക് ലഭിച്ച വരപ്രസാദം, അതുപോലെ ജീവിത വിളിയുടെ കുദാശകളായ വിവാഹം, തിരുപ്പട്ടം, അതുപോലെ തന്നെ കോൺസെക്രേഷനായിട്ടുള്ള ദൈവവിളികൾ, അതിലൂടെ നമുക്ക് ലഭിച്ച ദൈവവരപ്രസാദം. ഇത് റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അതായത് പഴയ പൂർവസ്ഥയിലേക്ക് വരാൻ, ആദ്യകാല വരപ്രസാദത്തിലേക്ക്. അതുകൊണ്ട് എങ്ങനെ പശ്ചാത്തപിക്കണമെന്നുള്ള ആശയങ്ങളോടാണ് വചനം വെളിപാട് അവസാനിക്കുന്നത്. വെളിപാട് എന്താണ് അവസാനത്തിൽ പറയണത്? നീ എവിടെ നിന്ന് അതപ്പതിച്ചു എന്ന് ഓർക്കുവിൻ. അതാണ് പശ്ചാത്താപത്തിൻ്റെ ഒരു ഭാഗം എന്ന് പറയണത്, അതിൻ്റെ ഘടനയിൽ ആദ്യ സെക്ഷൻ എന്ന് പറയണത്, നീ എവിടെ നിന്ന് അതപ്പതിച്ചു, എവിടെയാണ് നിൻ്റെ വരപ്രസാദം നഷ്ടപ്പെട്ടത്, അതിലേക്ക് അത് രജിസ്റ്റർ ചെയ്യാൻ പറയും. വെളിപാടിൻ്റെ പുസ്തകം 2:5. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അപ്പം അതാണ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞത്. ആദ്യത്തെ വരപ്രസാദത്തിൻ്റെ അതേ അവസ്ഥയിലേക്ക് തിരിച്ചു വരാൻ പറയും. ആദ്യത്തെ പ്രവൃത്തികൾ എന്ത് തന്നെ, വരപ്രസാദം നഷ്ടപ്പെട്ട സ്ഥലം ഇവിടെ വെച്ചാണ്. അതുകൊണ്ട് വരപ്രസാദം നേടിയെടുക്കാൻ വേണ്ടി ശ്രമിച്ച ആ സ്ഥലത്തേക്ക് തിരിച്ചു വരാൻ പറയും. അപ്പം അതിനെ അനുതപിക്കാൻ പറയുന്നുണ്ട്. പക്ഷേ അനുതപിക്കുന്നതിന് ഉള്ള ഗ്രൗണ്ട് എന്താണ്? അവിടെയാണ് എല്ലാവർക്കും തെറ്റിപ്പോകുന്ന ഒരു കാര്യം. സുവിശേഷത്തെ വിശ്വസിക്കാതെ ഒരാൾ അനുതപിച്ചിട്ട് കാര്യമില്ല. അനുതാപത്തിൻ്റെ അടിസ്ഥാനം സുവിശേഷമാണ്. സുവിശേഷം ദൈവത്തിൻ്റെ മനസ്സാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സിന് അനപേക്ഷണീയമായിട്ടാണ് ഈ അനുതാപം വരേണ്ടത്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ ആദ്യ വാക്ക് എന്താണ്? അനുതപിക്കുക, സുവിശേഷത്തിൽ വിശ്വസിക്കുക. മർക്കോസിന്റെ 1:15. അവൻ പറഞ്ഞു സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ. അനുതപിക്കുന്നതിന്റെ ബേസ്മെന്റ് അടിസ്ഥാനം എന്ന് പറയുന്നത് സുവിശേഷമാണ്. സുവിശേഷം എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഈ അനുതാപം ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്നറിയാവോ? വിശ്വാസം ദൈവം എടുത്ത് കളയും. പല ആൾക്കാർക്കും വിശ്വാസം നഷ്ടപ്പെടുന്നതിൻ്റെ കാര്യം അവർക്ക് ബുദ്ധിപരമായിട്ട് ഞാൻ വിശ്വസിക്കണില്ല എന്നല്ല പറയണത്. അവർ അനുതപിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ചെന്ന് ചാടും, എന്നിട്ട് അവസാനം വിശ്വാസം നഷ്ടപ്പെടുന്നതാണ്. അതാണ് ദീപപീഠമൊക്കെ തെറിപ്പിച്ച് കളയെന്ന് പറയുന്നില്ലേ? അത് ഈ വെളിപാടിൻ്റെ കൂടെ പറയണതാണ്. 2:5-6. അതിനാൽ നീ ഏതവസ്ഥയിൽ നിന്നാണ് അധപ്പതിച്ചതെന്ന് ചിന്തിക്കുക. അനുതപിച്ച് ആദ്യത്തെ പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ നിന്റെ അടുത്ത് വരികയും നിന്റെ ദീപപീഠം അതിന്റെ സ്ഥലത്ത് നിന്ന് നീക്കിക്കളയുകയും ചെയ്യും. വിശ്വാസം നഷ്ടപ്പെടുന്നത് അനുതാപമില്ലാതെ മാസങ്ങൾ തുടരുമ്പോൾ ക്രമേണ വിശ്വാസം ക്ഷയിക്കാൻ തുടങ്ങും. അങ്ങനെ ക്രമേട്ട് നീ വിശ്വസിച്ചിട്ട് വലിയ അനുതാപമില്ലാത്ത ആള് വിശ്വസിച്ചുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അതുകൊണ്ട് ദൈവം അതെടുത്ത് കളയും. അനുതാപമില്ലാത്ത ആളില്ലേ, താൻ ചെയ്യുന്ന പ്രവൃത്തികൾ, ഇപ്പം തൻ്റെ ഭാര്യയൊക്കെ വീട്ടിലാക്കിയിരിക്കുകയാണ്, മറ്റ് പെണ്ണുങ്ങളുമായിട്ട് ചുറ്റിക്കളിയൊക്കെയാണ്, എനിക്കൊരു അനുതാപവുമില്ല, നീ വിശ്വസിച്ചൊരു കാര്യമില്ല. കാരണം വിശ്വാസം ആത്മാവിൻ്റെ കൃപയുടെ നിറവിന് വേണ്ടിയാണ് വിശ്വാസത്തിന് വളർച്ച വെച്ചിരിക്കുന്നത്. അപ്പം നീ അതിന് ബോധപൂർവമായിട്ട് തടസ്സം നിൽക്കുന്ന കാരണം നിൻ്റെ ദീപപീഠം എടുത്തു മാറ്റും, വിശ്വാസം എടുത്തു മാറ്റും. ഇപ്പം ചില അണ്ണന്മാർ എനിക്കൊരു വിശ്വാസം തോന്നില്ലെന്ന് പറഞ്ഞില്ലേ, അതൊക്കെ അവൻ്റെ യുക്തിവാദം ക്യാമത്തൊന്നുമല്ല. ഹീസ് നോട്ട് എലിജിബിൾ ടു ഹോൾഡിങ് ദ ഫെയ്ത്ത്, ഹോളി ഫെയ്ത്ത്, പരിശുദ്ധ വിശ്വാസം ഹോൾഡ് ചെയ്യാൻ ഹീസ് നോട്ട് എലിജിബിൾ, അവൻ യോഗ്യനല്ലെന്നാണ്.
അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെ സീരിയസ് ആയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യേണ്ട ഒരു കാലഘട്ടമാണിത്, ആഗമനകാലം. അതുകൊണ്ട് എപ്പോഴും ബൈബിൾ പറയും നിങ്ങൾക്ക് മാനസാന്തരപ്പെടാം, പക്ഷേ മാനസാന്തരപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നിനക്കിഷ്ടമുള്ള കാര്യം ചെയ്ത് വെച്ചും ഇപ്പം നീ പ്രാർത്ഥനാ സ്ഥലങ്ങളിൽ പോയി നിരങ്ങി, അല്ലെങ്കിൽ ഉരുണ്ട് കളിച്ച്, അല്ലെങ്കിൽ 100 വീട്ടുകാർക്ക് ഭക്ഷണം കൊടുത്തു, എന്നിട്ട് നീ പാപത്തിൽ തന്നെ ജീവിക്കുകയും ചെയ്യുമ്പോൾ ദൈവം അത് അക്സെപ്റ്റബിൾ അല്ല. സുവിശേഷത്തെ അനുതപിക്കുക, സുവിശേഷത്തെ വിശ്വസിക്കുക എന്നല്ല പറയണത്. വിശ്വസിക്കുന്നതിന് എന്താ ചെയ്യേണ്ടത്? അനുതാപത്തിന് യോജിച്ച ഫലങ്ങളുണ്ട്. അല്ലാതെ നിനക്ക് വായി തോന്നിയ പോലെ വെള്ളാങ്കണ്ണി പോയി ചില തലമുട്ട അടിച്ച് നടന്നിട്ട് കാര്യമില്ല. അതൊക്കെ നീ ഉണ്ടാക്കിയെടുത്തതാണ്. അനുതാപത്തിന് യോജിച്ച ഫലങ്ങൾ ഒന്നെന്താണ്? നീ ഏത് അവസ്ഥയിൽ നിന്നാണ്, അല്ലെങ്കിൽ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ട്, അല്ലെങ്കിൽ വിളിക്കുന്നില്ല, ഹസ്ബൻഡ് വിളിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പിള്ളേരെ അടിച്ചു മാറ്റി, എന്നിട്ട് നീ ഉപവസിച്ചാൽ ശരിയാവുക? അല്ല. അതിൻ്റെ അനുതാപത്തിൻ്റെ ഫലം, അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ്? നീ ഏത് അവസ്ഥയിൽ നിന്ന് അധപ്പതിച്ചു? ചിലപ്പോൾ നിൻ്റെ ജോലി വിഷയമാകാം, അല്ലെങ്കിൽ നിൻ്റെ സാമ്പത്തിക വിഷയമാകാം, അല്ലെങ്കിൽ നിൻ്റെ സ്വാതന്ത്ര്യമാകാം, എന്തും ആയിക്കോട്ടെ. ഏത് അവസ്ഥയിൽ നിന്നാണ് നീ അധപ്പതിച്ചത്, ആ അവസ്ഥയെ റീസ്റ്റേറ്റ് ചെയ്യണമെന്ന് പറയും. അല്ലാതെ ഹസ്ബൻഡുമായിട്ട് വഴക്കിട്ടച്ചും നീ ബുധനാഴ്ച ഉപവസിച്ച് അതുപോലെ ശനിയാഴ്ച ഉപവസിച്ചാൽ അനുതാപത്തിന് യോജിച്ച ഫലങ്ങളാകത്തില്ല. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അനുതാപം എന്ന് പറയുമ്പോൾ അനുതാപത്തിന് യോജിച്ച ഫലങ്ങളെന്ന് പറയുന്നത് ഏതവസ്ഥയിൽ നിന്ന് നീ അധപ്പതിച്ച് വന്നെടുക്കുകയും ആ അവസ്ഥയെ റീക്രിയേറ്റ്, അത് ആ അവസ്ഥയിലേക്ക് തിരിച്ചു വരികയും ചെയ്യണം. വളരെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു വിഷയമാണത്. അതുകൊണ്ടാണ് പറയണത് ദൈവം തരുമെന്ന് പറയും. ഇങ്ങനെ വേണമെങ്കിൽ, അനുതാപം വേണമെങ്കിൽ, ആ ഒരു സത്യസന്ധമായ മനസ്സിന് യോജിച്ച ഫലമാണെങ്കിൽ അത് തരേണ്ടത് ദൈവമാണ്. അതാണ് ഈ 11-18 നടപടി പുസ്തകം. ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം. നടപടി പുസ്തകം 11-18 ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതീയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രദാനം ചെയ്യേണ്ടത്. മനസ്സിലായില്ലേ? ഇങ്ങനൊരു അനുതാപം വേണമെങ്കിൽ ദൈവം പ്രദാനം ചെയ്യണം. പക്ഷെ ദൈവം പ്രദാനം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരുക്കമുള്ള ഹൃദയം വേണം. ഈ ഒരുക്കം അതെന്ന് വെച്ചാൽ എനിക്ക് ദൈവത്തിൻ്റെ വചനങ്ങളോടും സുവിശേഷത്തെ വിശ്വസിച്ചുകൊണ്ട് അതിനപേക്ഷിതമായി ജീവിക്കാൻ വേണ്ടിയുള്ള ഒരു സമർപ്പണം, ഒരുക്കമുള്ള ഹൃദയം. അതും ആരാണ് തരേണ്ടത്? ദൈവമാണ് തരേണ്ടത്. ഇതിനെക്കുറിച്ച് മനോഹരമായിട്ട് നാളെ ഉടമ്പടി ധ്യാനത്തെ നിങ്ങൾക്ക് കേൾക്കാം. നാളത്തെ ഉടമ്പടി ധ്യാനം നിങ്ങൾ മിസ് ചെയ്യരുത്. ചൊവ്വാഴ്ചത്തെ സങ്കീർത്തനം 110-32 ഒരുക്കമുള്ള ഹൃദയം അങ്ങ് എനിക്ക് തരുമ്പോൾ ദൈവമാണ് തരേണ്ടത്. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളുടെ പാതയിൽ ഉത്സാഹത്തോടെ ചരിക്കും. ദൈവത്തിൻ്റെ അതൊക്കെ ഒരു തീഷ്ണത വേണം. കൽപ്പനകൾ പാലിക്കുകയല്ല, പാലിച്ച് ജീവിക്കാനുള്ള ഒരു മനുഷ്യൻ്റെ തീഷ്ണതയില്ല. അത് ദൈവം തരുമ്പോഴാണ് തീഷ്ണത ഉണ്ടാകുന്നത്. ദൈവസ്നേഹം വളരുന്ന ദൈവസ്നേഹമാണ് ഇതിൻ്റെയൊക്കെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. വലിയ ദൈവസ്നേഹത്തിൻ്റെ വസന്തകാലം ഇതിലൂടെയാണ് നമുക്ക് കടന്നു പോകുന്നത്. ആഗമനകാലം നല്ലൊരു ക്രിസ്മസായി നമുക്ക് നമ്മുടെ മനസ്സൊരുക്കാം. എൻ്റെ പേര് ഡോക്ടർ ഹെന്ന ജോയ്. ഞാൻ തൃശ്ശൂർ ഒല്ലൂക്കര സെൻറ്റ് ജോസഫ് ചർച്ച് ഇടവകയിൽ നിന്ന് വരുന്നു. ഞാനൊരു ഗൈനക്കോളജിസ്റ്റാണ്. ഞാൻ മംഗലാപുരത്ത് ഇപ്പോൾ ആണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ ജീവിതത്തിൽ അമ്മയും തിരുക്കുമാരനും പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും പ്രവർത്തിച്ച വലിയ അത്ഭുതങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ കൂടെയുള്ളത് എൻ്റെ പപ്പ, എൻ്റെ അമ്മ, പിന്നെ എൻ്റെ വാവ. 2023 കഴിഞ്ഞ വർഷം 2023 ഫെബ്രുവരിയിലാണ് എൻ്റെ വിവാഹം കഴിയുന്നത്. എൻ്റെ ഹസ്ബൻഡ് ജനറൽ മെഡിസിൻ അവിടെ ഡോക്ടറായി വർക്ക് ചെയ്തതിനാൽ ഞാൻ അവിടെ മംഗലാപുരത്തേക്ക് ഞാൻ വർക്ക് ചെയ്യാൻ പോയി. വിവാഹശേഷം 6 മാസത്തിന് ശേഷം ഞാൻ കൺസീവ് ആയത് കറക്റ്റ് അത് തന്നെയാണ് ഒരു അത്ഭുതം. കാരണം അത് കൺസീവ് ആയത് അറിഞ്ഞത് സെപ്റ്റംബർ 8 ആയിരുന്നു, മാതാവിൻ്റെ ബർത്ത്ഡേയുടെ അന്ന് തന്നെ. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വാവ മാതാവ് തന്നെ ഈശോയിൽ നിന്ന് വാങ്ങി തന്ന ഗിഫ്റ്റാണെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു. കാരണം 2018 മുതലേ തന്നെ എൻ്റെ പപ്പയും മമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ഞങ്ങൾ ഓൾറെഡി ഒത്തിരി അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് വാങ്ങി തന്നിരുന്നു, ഇത് തിരുക്കുമാരിൽ നിന്ന് വാങ്ങി തന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്തു ഇത് മാതാവ് തന്ന ഗിഫ്റ്റാണെന്ന്.
പക്ഷേ ആ സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ പപ്പയും അമ്മയും ഇവിടെ ഉടമ്പടി എടുത്ത് എൻ്റെ ഉടമ്പടി വസ്തുക്കൾ എനിക്ക് മംഗലാപുരത്ത് തന്നു വിട്ടായിരുന്നു. അതുകൊണ്ട് പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്തുകൊണ്ട് ഇരിക്കുമ്പോൾ തന്നെ ഉടമ്പടി തൈലം എല്ലാ ദിവസവും നെറ്റിയിലും എൻ്റെ ഉദരത്തിലും പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു. പ്രതീക്ഷീന പ്രാർത്ഥനയും വിശ്വാസപ്രമാണം എല്ലാ ദിവസവും എത്തിച്ചായിരുന്നു. എല്ലാ ദിവസവും ഉടമ്പടി തേനും ഉപ്പും സേവിച്ച് ഭക്ഷിച്ചിട്ടാണ് ഞാൻ ഇത് കൺസീവ് ആയത്. അതുകൊണ്ട് തന്നെ മാതാവിൻ്റെ ഗിഫ്റ്റാണ്. മാതാവിൻ്റെ അത് ഞാൻ തുടർന്ന് പോവുകയും ചെയ്തു. പക്ഷേ അതുവരെ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ സ്കാനിങ്ങിന് ചെയ്തു. ആദ്യത്തെ സ്കാൻ ചെയ്തു, നോർമലായി. എല്ലാ സ്കാനിങ്ങിന് പോകുമ്പോൾ മാതാവിൻ്റെ ലോക്കറ്റ്, അമ്മയുടെ ഉടമ്പടി ലോക്കറ്റ് കയ്യിൽ പിടിച്ച് വിശ്വാസപ്രമാണം എത്തിച്ചാണ് പോയിരുന്നത്. 3-ാം മാസം സ്കാനിങ്ങിൽ പക്ഷേ NT സ്കാൻ, നിങ്ങൾക്ക് പ്രഗ്നൻ്റ് ആയവർക്ക് അറിയാം, NT സ്കാൻ വെരി ഇമ്പോർട്ടൻറ്റ് സ്കാനാണ്. അതിൽ സിസ്റ്റിക് ഹൈഗ്രോമ എന്നുള്ള അബ്നോമാലിറ്റിയാണ് പറഞ്ഞത്. സിസ്റ്റിക് ഹൈഗ്രോമ എന്ന് പറയുന്നത് വേറെ പല അബ്നോമാലിറ്റി ആവാം, അതിൻ്റെ തുടക്കം മാത്രമാണ് ഈ സിസ്റ്റിക് ഹൈഗ്രോമ. അപ്പോൾ സാധാരണഗതിക്ക് ചിലപ്പോൾ ഫർദർ ഇൻവെസ്റ്റിഗേഷൻസ് പറയും, അല്ലെങ്കിൽ ഡോക്ടർ പറയുക, സാധാരണഗതിക്ക് ഡോക്ടേഴ്സ് പറയുക നിങ്ങൾ ഗൈനക്കോളജിസ്റ്റാണ്, നിങ്ങൾക്ക് എല്ലാം അറിയാലോ, ഏറ്റവും നല്ലത് ഇത് അബോർട്ട് ചെയ്ത് കളയുകയാണെന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞത്, ഒഴിവാക്കി കളയണമെന്നാണ് പറഞ്ഞത്. പക്ഷേ ഞാനും എൻ്റെ ഹസ്ബൻഡും എന്ത് രീതിയിലായിക്കൊള്ളട്ടെ, മാതാവ് കൂടെ ഉള്ളതിനാൽ ഈ കൊച്ചിനൊന്നും സംഭവിക്കില്ല. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആ രീതിയിൽ തന്നെ ഈ ദൈവത്തിൻ്റെ കരുത്തിൽ നിന്ന് ഈ കൊച്ചിനെ സ്വീകരിക്കാൻ ഞങ്ങൾ പൂർണ്ണമായി തയ്യാറായിരുന്നു. എങ്കിലും ഇത് നോർമലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സമാധാനമായിട്ട് ഇരിക്കാമല്ലോ. അപ്പോൾ NIPT ടെസ്റ്റ്, ആദ്യത്തെ ടെസ്റ്റ് NIPT, അതായത് എൻ്റെ ബ്ലഡ് എടുത്തിട്ട് വാവയ്ക്ക് എന്തെങ്കിലും അബ്നോർമാലിറ്റി ഉണ്ടോ നോക്കണ ടെസ്റ്റ് ചെയ്തു. അത് ചെയ്തപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ലായിരുന്നു, മംഗലാപുരത്ത് തന്നെയായ കാരണം ലൈറ്റ് ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റാണ് ഞാൻ ഇട്ടത്. അതിന് റിസൾട്ട് വന്ന ശേഷം അത് നോർമലായി. അപ്പോൾ ദൈവത്തിന് നന്ദിയും അമ്മമാതാവിനും നന്ദി പറഞ്ഞുകൊണ്ട് ഞാനത് ആശ്വസിച്ചു. പക്ഷേ പിന്നീടുള്ള സ്കാനിൽ ഇത് പെർസിസ്റ്റ് ചെയ്യണ കാരണം അവർ പറഞ്ഞു നിങ്ങൾക്ക് ഫർദർ ടെസ്റ്റിംഗ് ചെയ്യേണ്ടി വരും. ഇതോടുകൂടെ എനിക്ക് അവിടെ നിൽക്കാൻ സാധിച്ചില്ല. കാരണം മംഗലാപുരത്ത് ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആയ കാരണം എനിക്ക് സർജറീസും ഇതൊക്കെ ചെയ്യണം. അപ്പോൾ അതിനൊരുള്ളൊരു മനസ്സാന്നിധ്യം എനിക്ക് ഉണ്ടായെന്ന് തോന്നിയില്ല. മാത്രമല്ല ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണമെന്നുള്ള കുറച്ച് ബോധ്യം ഉണ്ടായിരുന്നു. കാരണം ഇതുവരെ പപ്പയും അമ്മയാണ് ഉടമ്പടി എടുത്തിരുന്നത്, ഞാനിതൊരു ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ അവിടുന്ന് ലീവ് എടുത്ത്, ലോസ് ഓഫ് പേ ലീവ് എടുത്തിട്ടാണ് ഞാൻ ആദ്യം ഇങ്ങോട്ട് വന്നിരുന്നത്. ഇങ്ങോട്ട് വന്ന് ഇവിടെ ഡിസംബർ 1-ാം തീയതി 2023 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ എൻ്റെ കോളേജിൽ, ഞാൻ പഠിച്ച കോളേജിൽ, ഞാൻ ഗൈനക്കോളജിസ്റ്റ് ആണല്ലോ, അപ്പോൾ എൻ്റെ മാഡത്തിന് തന്നെ ഞാൻ കാണിച്ചു. അപ്പോൾ മാഡം പറഞ്ഞു ഇത് സ്കാനിങ്ങിൽ ഇത് പെർസിസ്റ്റ് ചെയ്യണ കാരണം എന്തായാലും നിങ്ങൾ ഫർദർ ടെസ്റ്റിംഗ് ചെയ്യണം. എനിക്ക് യാതൊരുവിധ താല്പര്യം ഉണ്ടായിരുന്നില്ല ഇൻവേസീവ് ടെസ്റ്റ് ചെയ്യാൻ. പക്ഷേ എനിക്ക് അറിയാവുന്ന മാഡമായി കാരണം മാഡം പറഞ്ഞതിന് സ്ഥിതിക്ക് എനിക്ക് ഇത് കണ്ടിന്യൂ ചെയ്യാൻ, അതായത് മാഡം പറഞ്ഞത് അനുസരിക്കാതിരിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഞാൻ CVS ടെസ്റ്റ് ചെയ്തു, അതായത് വാവയുടെ പ്ലാസിൻ്റെ ഉള്ളിൽ നിന്ന് കുത്തി എടുത്തിട്ടുള്ള പരിശോധന ചെയ്തു. ആ ടെസ്റ്റ് ചെയ്തപ്പോൾ പക്ഷേ കൺജനൈറ്റൽ മയോപ്പത്തി എന്ന് പറഞ്ഞ അസുഖം എൻ്റെ കൊച്ചിന് വരാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. മയോപ്പത്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാവയുടെ മാംസപേശിന് തളർച്ച സംഭവിച്ച്, അതായത് ശ്വാസം വലിക്കാൻ തന്നെ ബുദ്ധിമുട്ട് വന്നേക്കാം. അതുമാത്രമല്ല ഈ അസുഖം ഒന്നില്ലെങ്കിൽ ഗർഭപാത്രത്തിനുള്ളിൽ വെച്ച് തന്നെ വരാം, ജനിക്കുമ്പോൾ വരാം, 1 വയസ്സാകുമ്പോൾ 2 വയസ്സാകുമ്പോൾ 60 വയസ്സ് വരെ ഇത് വരാവുന്നൊരു അസുഖമാണ്. അപ്പോൾ ജീവിതകാലം മൊത്തം പേടിച്ച് ജീവിക്കണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ലത് അബോർട്ട് ചെയ്ത് കളയുന്നതാണ് ഡോക്ടർ പറഞ്ഞത്. പക്ഷേ ഞാനും ഹസ്ബൻഡും എന്തൊക്കെ പറഞ്ഞാലും മാതാവിൽ ഉറച്ച് വിശ്വസിച്ചു, തിരുക്കുമാലിൽ ഉറച്ച് വിശ്വസിച്ച് തന്നെ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞു. തുടർച്ചയുള്ള സ്കാനിൽ അപ്പം ഈ റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനെ കാണാനും കൂടി വന്നിരുന്നു. അപ്പോൾ സാധാരണഗതിക്ക് അച്ഛന് ഇങ്ങനെ പ്രഗ്നൻറ്റ് ലേഡീസിന് ഞാൻ സാക്ഷ്യത്തിലൊക്കെ കേട്ടിട്ടുണ്ട്, തലയിൽ കൈത്തോട്ട് പ്രാർത്ഥിക്കും, അത് കഴിഞ്ഞ് നമുക്ക് നമ്മുടെ വയറ്റിൽ പറ്റാൻ വേണ്ടി സൈത്ത് തരും, അച്ഛൻ പ്രത്യേകിച്ച് വെഞ്ചരിച്ച ഒരു ലോക്കറ്റും തരുമെന്ന് ഞാൻ കേട്ടായിരുന്നു. പക്ഷേ എന്തോ എൻ്റെ കാര്യത്തിൽ അച്ഛൻ ഇത് വെറുതെ തലയിൽ കൈത്തോട്ട് പ്രാർത്ഥിച്ചുള്ളൂ, സൈത്തും തന്നില്ല, എനിക്ക് കാശ് രൂപം തന്നില്ല. മാത്രമല്ല ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ചത് അച്ഛൻ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല, ഇത് അറിഞ്ഞോ അറിയാതെയോ ഇത് വാവ സുഖപ്പെടും അല്ലെങ്കിൽ ഇവിടെ വന്ന് സാക്ഷി വരുന്നൊന്നും പറഞ്ഞില്ല. എനിക്ക് വളരെ വിഷമമായി. പക്ഷേ അടുത്ത സെക്കൻഡിൽ തന്നെ ഞാൻ എൻ്റെ മനസ്സിൽ ഒരു തോന്നിക്കലാണ്, നമ്മുടെ അപ്പയുടെ അമ്മയുടെ അടുത്ത് നമുക്ക് ആവശ്യമുള്ളത് എന്തും നമ്മൾ ചോദിക്കും എന്നുള്ള രീതിയിൽ അത് വെച്ചിട്ട് തന്നെ ഞാൻ അച്ഛനോട് ഞാൻ ചോദിച്ചു വാങ്ങിച്ചു, സൈത്ത് പുരട്ടാനുള്ള സൈത്തും ചോദിച്ചു വാങ്ങിച്ചു, ആ ലോക്കറ്റും വെഞ്ചരിച്ച പ്രത്യേക ലോക്കറ്റും വാങ്ങിച്ചു. അത് പിന്നെ ഞാൻ ഉദരത്തിൽ വസ്ത്രത്തിൽ ഞാൻ എപ്പോഴും തൂക്കിയിട്ടിരുന്നു. പിന്നെ ഞാൻ അത് കഴിഞ്ഞ് ഞാൻ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒത്തിരി വിഷമത്തോട് പറഞ്ഞു, മാതാവേ അച്ഛനൊന്നും പറഞ്ഞില്ലല്ലോ, ഇത് ഒന്നും എന്നെ സുഖപ്പെടുത്തുന്ന, അതായത് വാവയ്ക്ക് ഒരു പ്രോബ്ലം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താനൊന്നും പറഞ്ഞില്ലല്ലോ. പക്ഷേ നെക്സ്റ്റ് സെക്കൻഡിൽ ആ തോട്ട് വന്നത്, അച്ഛൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ വെറും ഒരു ഇടനിലക്കാർ മാത്രമാണ്, എല്ലാം ചെയ്യുന്നത് മാതാവ് തന്നെയാണ്. അപ്പോൾ ആ മാതാവിൽ തന്നെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ തിരിച്ചു പോയി. ഓരോ സ്കാനിങ്ങിലും, അത് കഴിഞ്ഞിട്ടുള്ള ഓരോ മാസം സ്കാനിങ് ഉണ്ടായിരുന്നു, ഓരോ സ്കാനിങ്ങിലും ഞാൻ ഉടമ്പടി ലോക്കറ്റും ഉടമ്പടി തൈലും പരട്ടി വിശ്വാസപ്രമാണം പ്രതീക്ഷ പ്രാർത്ഥന എത്തിച്ചിട്ട് തന്നെയാണ് പോയത്. ഓരോ സ്കാനിങ്ങിലും അത് അബ്നോർമാലിറ്റി കൂടാന്നല്ലാതെ അത് പെർസിസ്റ്റൻ്റ് ആയി വന്നു, പിന്നെ അത് കുറഞ്ഞു വന്നു. എല്ലാ പ്രാവശ്യവും എല്ലാ ഇതും നല്ല രീതിയിൽ അനക്കം, സാധാരണഗതിക്ക് 5 മാസത്തിലാണ് അനക്കം ഫീൽ ചെയ്യുക. എനിക്ക് 4-ാം മാസം മുതൽ തന്നെ നല്ല അനക്കം ഫീൽ ചെയ്തു. മാത്രമല്ല എനിക്ക് വേദനിക്കുന്ന രീതിയിലാണ് കൊച്ചിൻ്റെ ചവിട്ട് ഉള്ളിലുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും അനുഗ്രഹത്താൽ നൽകി
അങ്ങനെ അവസാനം മെയ് 7-ാം തീയതി എനിക്ക് നല്ലൊരു ആരോഗ്യമുള്ള നല്ല ആക്റ്റീവായിട്ടുള്ള പെൺകുഞ്ഞിനെ നൽകി അനുഗ്രഹിച്ചു. ഇതാണ് എൻ്റെ വാവ. ഇവളെ ഞാൻ ഹേസിൽ എന്ന് പേരിട്ടു. ഹേസിൽ ദൈവം കണ്ടിരിക്കുന്നു, ദൈവം ഞങ്ങളുടെ പ്രാർത്ഥന കണ്ടിരിക്കുന്നു, ദൈവം ഞങ്ങളെ കണ്ടിരിക്കുന്നു, ഞങ്ങളുടെ ദുഃഖങ്ങൾ കണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള മീനിങ് ഉള്ള ഹേസിൽ എന്ന അർത്ഥമുള്ള പേരാണ് ഇട്ടത്. അങ്ങനെ ശാസ്ത്രത്തിനും എല്ലാ ശാസ്ത്രത്തെക്കാളും അതീതമായി അതിശയിപ്പിക്കുന്ന സർവശക്തനായ ദൈവത്തിൻ്റെ ശക്തിയും കരുണയും സ്നേഹവും ഞങ്ങൾ ഒഴുക്കുന്നതും എന്നിലും എൻ്റെ കൊച്ചിലും ഒഴുക്കുന്നതെന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കൊച്ചിന് യാതൊരുവിധ ബുദ്ധിമുട്ടും ഒന്നും വരില്ലെന്നും ഇന്നും വരില്ല, നാളെയും വരില്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. ഇതാണ് എൻ്റെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ സാക്ഷ്യം. ഇതിന് പുറമേ എൻ്റെ ഉടമ്പടിയിൽ ഉണ്ടായിരുന്നത് എൻ്റെ രണ്ടാമത്തെ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ കസിൻ സിസ്റ്റർ ഇതുപോലെ കല്യാണം കഴിഞ്ഞിട്ട് 6 വർഷമായി. അവൾക്ക് PCOD ഉണ്ടായിരുന്നു, പീരീഡ്സ് ഒക്കെ ഇറഗുലർ ആയിരുന്നു. അവളും അവളുടെ അമ്മയും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ കറക്റ്റ് 6 വീക്സ് കഴിഞ്ഞപ്പോൾ അവൾ 6 വീക്സ് പ്രഗ്നൻ്റ് ആണെന്ന് അറിഞ്ഞു. അവളിപ്പോൾ 8 മന്ത്സ് പ്രഗ്നൻ്റ് ആണ്. അടുത്ത മാസമാണ് അവളുടെ ഡ്യൂ ഡേറ്റ്. ഇത്രയും അനുഗ്രഹം തന്ന അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. മാത്രമല്ല എൻ്റെ മൂന്നാമതായി പറയാനുള്ളത് എൻ്റെ ഫ്രണ്ട് എൻ്റെ സെയിം പ്രായത്തിലുള്ള ഫ്രണ്ടായിരുന്നു. ആളുടെയും കല്യാണം കുറേ നാളായി നോക്കിയിട്ട് ഒന്നും വിവാഹം കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അവൾക്ക് ചേർന്നതിനെ നൽകി കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ തന്നെ അവൾക്ക് നല്ല ചേർന്നതിനെ നൽകി അമ്മ മാതാവ് അനുഗ്രഹിച്ചു. അപ്പോൾ എൻ്റെ ഉടമ്പടിയിൽ ഉണ്ടായ സാക്ഷ്യങ്ങൾ ഈ മൂന്ന് തന്നെയാണ് മെയിനായിട്ടുള്ള സാക്ഷ്യങ്ങൾ. ഇതിന് പുറമേ അപ്പോൾ ഉടമ്പടി തുടങ്ങിയത് ഡിസംബർ 1-ാം തീയതി മുതലാണ് തുടങ്ങിയത്. അപ്പോൾ അന്ന് മുതലേ തന്നെ ഞങ്ങൾ ഓൾറെഡി 2018 മുതൽ അമ്മ ആദ്യം വന്നെടുത്തായിരുന്നു, പിന്നെ അപ്പ വന്നെടുത്തായിരുന്നു. ഓൾറെഡി ഉടമ്പടിയിൽ ഞങ്ങൾ ജീവിക്കുന്നുണ്ടായിരുന്നു. ഉടമ്പടി ആ ഒരു ക്രമേണ ആ ഒരു കാരുണ്യപ്രവൃത്തി ആയാലും ബാക്കി ഉള്ള കാര്യങ്ങളെല്ലാം ഞങ്ങൾ അതുപോലെ തന്നെ ചെയ്തായിരുന്നു. അതിന് 2018 ആദ്യം അമ്മ അവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഉണ്ടായ അനുഭവങ്ങൾ, ഞാൻ ഉടമ്പടി എടുത്തില്ലെങ്കിലും അമ്മയുടെ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് കിട്ടിയ കുറച്ച് അത്ഭുതങ്ങൾ ഞാൻ ജസ്റ്റ് പറയാം. അതിൽ 2019 MBBS കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് അമ്മ ആദ്യം ഉടമ്പടി എടുത്തത്. എൻ്റെ MBBS കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഇതുള്ളത് MD ആണ്, സ്പെഷ്യാലിറ്റി എക്സാമാണ്. അതിന് NEET PG എന്നുള്ള എക്സാമാണ് എഴുതുന്നത്. വളരെ വലിയ എക്സാമാണ്, ടഫാണ്, ഒത്തിരി സിലബസ് ഉണ്ട്, ടോപ്പിക്സ്, ഒത്തിരി കോമ്പറ്റീഷൻ ഉണ്ട്, ഒത്തിരി ആൾക്കാർ വന്ന് എഴുതാണ്. നമ്മുടെ മെറിറ്റിൽ കൊണ്ട് എന്തായാലും ഒന്നും കിട്ടില്ല എന്നറിയായിരുന്നു. മാത്രമല്ല അപ്പോൾ ഞാൻ മാതാവിന് ലോക്കറ്റ് ഇതിൽ പ്രത്യേകിച്ച് കൊണ്ടുപോയി എക്സാമിന്. അപ്പോൾ NEET PG എന്ന് പറയുന്നത് നാഷണൽ ലെവൽ എക്സാം ആയ കാരണം ഭയങ്കര ഹൈ സെക്യൂരിറ്റിയാണ്. ലോക്കറ്റ് പാടില്ല, പെൻഡൻറ്റ് പാടില്ല, ഓർണമെൻറ്റ്സ് പാടില്ല, ഒന്നുമേ തന്നെ പാടില്ല. ബോഡി ഫ്രിസ്കിങ് ഉണ്ട്. അപ്പോൾ ഇത് കണ്ടുപിടിക്കാതിരിക്കാൻ ഞാൻ ഉള്ളിൽ തുന്നി കൂട്ടിയിട്ട് മെറ്റലൊക്കെ ഡിറ്റക്ട് ചെയ്യുന്ന കാരണം ഉള്ളിൽ തുന്നി വെച്ചിട്ടാണ് പോയത്. അങ്ങനെ അതിൻ്റെ ഫലമായി എനിക്ക് നല്ല റാങ്കോടുകൂടെ എനിക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് ഞാൻ MBBS പഠിച്ച കോളേജിൽ തന്നെ എനിക്ക് നല്ല സീറ്റ്, അതായത് OBGക്ക് സീറ്റ്, MD സീറ്റ് നൽകി അനുഗ്രഹിച്ചു. ഇത് മാതാവിൻ്റെ വലിയൊരു അത്ഭുതം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് കഴിഞ്ഞ് 2020 എൻ്റെ അനിയന് ഇതുപോലെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനും അമ്മയുടെ ലോക്കറ്റാണ് കൊണ്ടുപോയത്, അമ്മയുടെ ഉടമ്പടി ലോക്കറ്റാണ് കൊണ്ടുപോയത്. എക്സാമിന് ഇതുപോലെ തന്നെ വസ്ത്രത്തിൽ വെച്ചിട്ട് പോയി. അവൻ നല്ല റാങ്ക് കിട്ടുകയും നല്ല രീതിയിൽ എറണാകുളത്ത് നല്ല പ്രശസ്ത കോളേജിൽ നല്ല സീറ്റ് കിട്ടുകയും നല്ല സ്കോളർഷിപ്പോടുകൂടി അവൻ ഇപ്പോൾ എഞ്ചിനീയറിംഗ് കംപ്ലീറ്റ് ചെയ്തു. പിന്നെ 2020 കോവിഡ് സമയത്ത് എൻ്റെ പപ്പ ദുബായിലെ ബാങ്കിലാണ് വർക്ക് ചെയ്തിരുന്നത്. കോവിഡ് സമയത്ത് ഇതുപോലെ ജോലിക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോഴാണ് അപ്പ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത്. അതിൻ്റെ ഫലമായി അപ്പയ്ക്ക് നല്ലൊരു ജോലി ലഭിക്കുകയും ദുബായിൽ ഇരുന്ന ജോലി ഇവിടുന്ന് വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിലും നല്ല ശമ്പളത്തിലും ചെയ്യുകയും അങ്ങനെ പപ്പയ്ക്ക് നമ്മുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും പ്ലസ് അന്ന് നല്ല രീതിയിൽ ശമ്പളവും നല്ല രീതിയിൽ ജോലി ചെയ്യാനുള്ള അനുഗ്രഹം അമ്മ മാതാവ് നൽകി അനുഗ്രഹിച്ചു. പിന്നെ 2023 എൻ്റെ ഈ പറഞ്ഞ MD സീറ്റ് കിട്ടി. MDക്ക് 3 വർഷം പഠിച്ചു കഴിഞ്ഞിട്ട് ഉള്ള വലിയ എക്സാമാണ് യൂണിവേഴ്സിറ്റി എക്സാം. അപ്പോൾ എഗെയിൻ ഈ 3 വർഷം പഠിച്ചതിൻ്റെ ആകെ തൂക്കമുള്ളൊരു എക്സാമാണ് MD യൂണിവേഴ്സിറ്റി എക്സാം. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള എക്സാമാണ്, ഒത്തിരി ഉണ്ട് പഠിക്കാൻ. എനിക്കാണെങ്കിൽ ആ ദിവസങ്ങളിൽ സംഭവം 3 വർഷം പഠിച്ചിട്ടുണ്ടെങ്കിലും ആ 3 ദിവസം പഠിക്കാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. 4 പേപ്പർ ഉണ്ട്, തിയറി പേപ്പർ ഉണ്ട്, അത് കഴിഞ്ഞ് പ്രാക്ടിക്കൽ എക്സാം ഉണ്ട്. പക്ഷേ ഇതുപോലെ മാതാവ് മാത്രമായിരുന്നു എൻ്റെ ശരണം. മാതാവ് ഉള്ള കാരണം തന്നെയാണ് ഞാൻ പാസ്സാവുന്നുള്ള ഒരു വിശ്വാസത്തോട് കൂടെ ഞാൻ മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചിട്ടാണ് തിയറി എക്സാമും പ്രാക്ടിക്കൽ എക്സാമിന് അപ്പിയർ ചെയ്തത്. എന്തിനു പറയുന്നു, റിസൾട്ട് വന്നപ്പോൾ നല്ല മാർക്കോട് കൂടെ പാസ്സാവും മാത്രമല്ല 8-ാം തീയതി മാതാവിൻ്റെ 8 എന്നുള്ള രീതിയിൽ 8ാമത്തെ റാങ്ക് നൽകി, യൂണിവേഴ്സിറ്റി 8th റാങ്ക് നൽകി മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതും ഒരു വലിയൊരു അത്ഭുതമാണ്. കാരണം മാതാവിൻ്റെ പ്രസൻസിലാണ് ഈ അത്ഭുതം നടന്നതെന്നുള്ളത് സൂചിപ്പിക്കാനായി 8th റാങ്ക് എന്നുള്ള രീതിയിൽ തന്നെ എനിക്കത് ലഭിച്ചു. പിന്നത്തുള്ള എൻ്റെ ഏറ്റവും വലിയ സാക്ഷി എന്ന് പറയുന്നത് എൻ്റെ വിവാഹമാണ്. വിവാഹം ഞാൻ MBBS കഴിഞ്ഞപ്പോൾ മുതലേ തന്നെ ചെറിയ രീതിയിൽ ആലോചിച്ച് തുടങ്ങിയിരുന്നു. MD കഴിഞ്ഞപ്പോൾ അത് നമ്മൾ ശക്തീകരിച്ചു. മാതാവിൻ്റെ കൈ മുറുക്കെ പിടിച്ച് തന്നെയാണ് ഞങ്ങൾ ഇത് കല്യാണാലോചന നോക്കിയിരുന്നത്. കാരണം നല്ല ദൈവഭക്തിയുള്ള കുടുംബത്തിൽ നിന്ന് തന്നെ കെട്ടാനായിരുന്നു ഞങ്ങൾക്ക് ആഗ്രഹം. അതുപോലെ തന്നെ നല്ല ദൈവഭക്തിയുള്ള കുടുംബത്തിൽ നിന്ന് നല്ല ദൈവഭക്തിയുള്ള ഭർത്താവിന്, നല്ല ഡോക്ടറായ ഭർത്താവിനെ നൽകി അനുഗ്രഹിച്ചു. എൻ്റെ വിവാഹം കഴിഞ്ഞ വർഷം ഫെബ്രുവരി 2023 എനിക്ക് ഇത്രയും
നല്ലൊരു അനുഗ്രഹം നൽകിയ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി പറയുന്നു. പിന്നെ എൻ്റെ ഹസ്ബൻഡിനുണ്ടായ അത്ഭുതം, ഹസ്ബൻഡ് ഓൾറെഡി MD എക്സാം കഴിഞ്ഞ് ജനറൽ മെഡിസിൻ അസിസ്റ്റൻറ്റ് പ്രൊഫസറായിട്ടായിരുന്നു വർക്ക് ചെയ്യുന്നത്. അതിൻ്റെ മുകളിലേക്കുള്ള ലെവലാണ് നീറ്റ് സൂപ്പർ സ്പെഷ്യാലിറ്റി എക്സാം. ജനറൽ മെഡിസിൻ എടുത്ത് അതിന് സൂപ്പർ സ്പെഷ്യലൈസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ എക്സാം നീറ്റ് SS എക്സാമാണ്. അപ്പോൾ അതും ഇതുപോലെ ഇതിനെക്കാട്ടും ടഫായിട്ടുള്ള എക്സാമാണ്, ഇതിനെക്കാട്ടും ടഫായ കോമ്പറ്റീഷനാണ്, സെക്യൂരിറ്റി ഉള്ള എക്സാമാണ്, ബോഡി ഫ്രിസ്കിങ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഇത് പേടിയായിരുന്നു ഈ ലോക്കറ്റ് കൊണ്ടുപോകാൻ, എങ്ങാനും ഇത് തപ്പി പിടിച്ച് കഴിഞ്ഞാൽ അത് ഡിസ്ക്വാളിഫൈഡ് ആവും. അപ്പോൾ ആളുടെ അടിവശത്തിൽ ഞാൻ ഉള്ളിൽ വേറൊരു എക്സ്ട്രാ തുണി പിടിച്ചിട്ട് അത് തുന്നി കൊടുത്തിട്ടാണ് ആൾ എക്സാമിന് പോയത്. അങ്ങനെ എക്സാമിന് പോയിട്ട് റാങ്ക് വന്നപ്പോൾ ആൾ ഉദ്ദേശിച്ച റാങ്ക് കിട്ടിയില്ല. ആൾക്ക് തീരെ പഠിക്കാനും പറ്റിയിരുന്നില്ല, കാരണം മൊത്തം ജോലി ചെയ്യുന്നതിൻ്റെ ഇടയിലാണ് ഈ എക്സാം എഴുതിയിരുന്നത്. അപ്പോൾ അത് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല. റാങ്ക് വന്നപ്പോഴും വലിയ പ്രതീക്ഷ ഉണ്ടായില്ല. പക്ഷേ എന്തിനു പറയേണ്ടു, എറണാകുളത്തെ പ്രശസ്ത കോളേജിൽ ഗ്യാസ്ട്രോഎൻട്രോളജിക്ക് സീറ്റ് നൽകി അനുഗ്രഹിച്ചു. ഇതൊന്നും ഞങ്ങളുടെ മെറിറ്റാലല്ല, ഇതൊന്നും എല്ലാം ദൈവത്തിൻ്റെ കൃപയാലാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ ഓരോ എക്സാമിനും ഓരോ ഇതിനും മാതാവിനെയും ഈശോയിനെയും മുറുക്ക് പിടിച്ചിട്ടാണ് പോയിക്കുന്നത്. ഇത് ഞങ്ങളുടെ കഴിവാലല്ല, ഇത് മാതാവിൻ്റെ കൃപയാലാണ്, മാതാവിൻ്റെ തിരുക്കുമാരൻ്റെ കൃപയാലാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അതങ്ങനെ തന്നെയാണ്. പിന്നെ വേറെ എൻ്റെ DNP എക്സാമിന് ഇതുപോലെ തന്നെ ഞാൻ പാസ്സായത് മാതാവിൻ്റെ ലോക്കറ്റ് പിടിച്ചിട്ടാണ്. അതിന് ഉടമ്പടി എടുത്തത് ഞങ്ങൾ പറഞ്ഞല്ലോ, 2018 മുതൽ ഞങ്ങൾ ഉടമ്പടിയിലായിരുന്നു ജീവിച്ചിരുന്നത്. ഉടമ്പടി അമ്മയും അപ്പയും പുതുക്കി ഞാൻ എടുത്തില്ലെങ്കിലും അവരുടെ കൂടെ പ്രതീക്ഷണ പ്രാർത്ഥന എല്ലാ ദിവസവും എത്തിച്ചിരുന്നു. പറ്റാവുന്ന മാക്സിമം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകാൻ നോക്കിയിരുന്നു. പ്രതീക്ഷണ പ്രാർത്ഥന എല്ലാ ദിവസവും ചൊല്ലിയിരുന്നു. കാരുണ്യപ്രവൃത്തികളും ഇതുപോലെ മുമ്പ് പപ്പ ഓൾറെഡി ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, മീൻസ് അറിയാമെങ്കിലും ഞങ്ങൾ അങ്ങനെ ചെയ്തിരുന്നില്ല. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം നമുക്ക് കാരുണ്യത്തോടു കൂടെ ബാക്കിയുള്ളവരെ നോക്കാനും ആവശ്യക്കാർക്ക് അങ്ങനെ തിരസ്കരിക്കാതെ കൂടുതൽ ചെയ്യാനുള്ള അനുഗ്രഹം ലഭിച്ചു. പിന്നെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എല്ലാ ആഴ്ചയും ഇതുപോലെ പൊതിച്ചോറ് ഞാൻ തൃശ്ശൂർ റൗണ്ട് അവിടെയൊക്കെ പോയി ഞാൻ പൊതിച്ചോറ് നൽകുമായിരുന്നു. രോഗികളെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും മാത്രമല്ല അവർക്ക് പ്രതീക്ഷിക്കുന്ന പ്രാർത്ഥന അച്ചടിച്ച് ഞങ്ങൾ കൊടുത്തായിരുന്നു. പിന്നെ കൃപാസന പത്രം ഇവിടുന്ന് വാങ്ങിച്ചതൊക്കെ ഞാൻ KSRTC സ്റ്റാൻഡിലും റെയിൽവേ സ്റ്റേഷനിലും അതങ്ങനെ കൊടുക്കാൻ ഇവിടെ പലരും മടിയുണ്ടെന്ന് പറഞ്ഞതിൽ എനിക്ക് അങ്ങനെ ഒരു മടി തോന്നിയിരുന്നില്ല. മാതാവിനെ മഹത്വപ്പെടുത്താനും തിരുക്കുമാരനെ മഹത്വപ്പെടുത്താനും അത് സാക്ഷി പ്രവൃത്തിയായിട്ട് തന്നെയാണ് കണ്ടിരുന്നത്. അതിൽ പ്രത്യേകം പറയേണ്ട കാര്യം, ഞാൻ എല്ലാ മാസവും എനിക്ക് ഏൺ ചെയ്തപ്പോൾ മുതലേ തന്നെ, അതായത് PG കഴിഞ്ഞിട്ട് ഞാൻ ജോലിക്ക് കയറിയപ്പോൾ മുതൽ ഞാൻ ദശാംശം മാറ്റി വയ്ക്കുമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ഡിസംബർ 1 ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ ഞാൻ ലോസ് ഓഫ് പേയിലാണ് വന്നത്. കാരണം 7ാം മാസം മുതലാണ് നമുക്ക് മെറ്റേണിറ്റി ലീവ് കിട്ടുള്ളൂ. അപ്പോൾ ഞാൻ വന്നത് ഏകദേശം 3ാം മാസം അവസാനമായപ്പോഴാണ്. ഞാൻ വിചാരിച്ചു, മാതാവേ 3 മാസം സാലറി ഉണ്ടാവില്ല, ദശാംശം മാറ്റി വയ്ക്കാൻ എനിക്ക് ഒന്നുമില്ല, മറ്റ് കാരണത്താലും പല രീതിയിലും എനിക്ക് ദശാംശം മാറ്റി വയ്ക്കുന്ന രീതിയിൽ 3 മാസം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം മെറ്റേണിറ്റി ലീവിനുള്ള സാലറി കിട്ടി. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 കോടാനുകോടി നന്ദി പറയുന്നു. ഇതുകൂടാതെ ചെറുതും വലുതുമായ പല അനുഗ്രഹങ്ങളും അമ്മ മാതാവ് ഈശോയിൽ നിന്ന് വാങ്ങി തന്നിട്ടുണ്ട്. അത് ഓരോ ജീവിതത്തിൽ ഓരോ പ്രതിസന്ധി വരുമ്പോഴും ആദ്യം ഒന്ന് പകച്ചാലും അമ്മ മാതാവും ഈശോയും ഞങ്ങളുടെ കൂടെയുണ്ട്, ഞങ്ങൾ കൈപ്പിടിച്ച് നടത്തുന്ന അനുഭവമാണ് ഉണ്ടായിക്കണേ. അത് മാതാവ് വെളിപ്പെടുത്തുകയും ചെയ്തു. ബാക്കിയുള്ളവർക്ക് അത് പറയുമ്പോൾ അത് പ്രത്യേകിച്ചായിട്ട് ഒന്നും തോന്നിയില്ലെങ്കിലും അത് ഞങ്ങൾക്കൊരു ഉറച്ച ബോധ്യമുണ്ട്, അത് മാതാവ് നയിക്കുന്നതാണെന്ന്. അത് മാത്രമല്ല, ഇതുവരെ കിട്ടിയ അനുഗ്രഹങ്ങളൊക്കെ ഞങ്ങൾ ബാക്കിയുള്ളവരോടൊക്കെ പറഞ്ഞ് എനിക്ക് എൻ്റെ റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും അടുത്തൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി പറയുകയും ചെയ്യും. ഞാൻ ഇനി ജോലിക്ക് കയറുമ്പോൾ ഞാൻ കാണാൻ പോകുന്ന ഓരോ രോഗികളിലൂടെയും ഞാൻ അമ്മ മാതാവിനും തിരുക്കുമാരനും സാക്ഷ്യം വഹിക്കും. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. എന്തെന്നാൽ ചോദിക്കുന്ന ഏവനും ലഭിക്കുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തുന്നു, മുട്ടുന്നവന് തുറന്നു കിട്ടുകയും ചെയ്യുന്നു. പ്രിയ സഹോദരരെ, ഡോക്ടർ ഹെന്ന ജോയി നമ്മോട് ഈ നിമിഷങ്ങളിൽ പങ്കുവെച്ച എല്ലാ ജീവിതാനുഭവങ്ങളും എത്രത്തോളം ദൈവകൃപയിൽ ആശ്രയിച്ചും പരിശുദ്ധമ്മയുടെ സംരക്ഷണയിൽ നേടിയതാണെന്ന് പറയുകയായിരുന്നു. വളരെ ശ്രദ്ധയോടെ നമ്മൾ കേട്ടത്, അമ്മ മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ പിടിച്ചും ശരീരത്തിൽ ധരിച്ചുകൊണ്ടും ഓരോ പരീക്ഷകളെയും ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധി അവസരങ്ങളിലും മുന്നോട്ട് പോയപ്പോൾ അതൊക്കെയും അമ്മ മാതാവിൻ്റെ പ്രത്യേക ഇടപെടലും സഹായവും വഴി പരീക്ഷകൾ വിജയിക്കുന്നതിനും അത് അമ്മയിലൂടെ നേടിയ നേട്ടമാണെന്ന് അറിയിക്കും വിധം 8 എന്ന നമ്പർ അത് പ്രത്യേകമാവിധം കാണിച്ചു കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നൽകിക്കൊണ്ട് ആ ജീവിതത്തിന് അമ്മയുടെ സംരക്ഷണമുണ്ടെന്ന് പറയുന്നത് നാം കേട്ടു. മകൾ ഏറ്റവും ആദ്യം പറഞ്ഞ കുഞ്ഞിനെക്കുറിച്ചുള്ള ആ സാക്ഷ്യത്തിൽ ആവർത്തിച്ച് ഡോക്ടർമാർ അബോർഷനെക്കുറിച്ച് പറഞ്ഞിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തുകളെയെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടും പൂർണ്ണമായി ദൈവത്തിൽ ശരണപ്പെട്ടുകൊണ്ട് ഏതവസ്ഥയിലും
കുഞ്ഞിനെ വളർത്തുമെന്ന തീരുമാനമെടുത്ത് ദൈവത്തിൽ സംശയമില്ലാതെ വിശ്വസിക്കുകയും അമ്മ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ പൂർണ്ണ ആരോഗ്യമുള്ള കുഞ്ഞ് അമ്മ നൽകിയതിനെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതോടൊപ്പം കുഞ്ഞിന് പേരിട്ടപ്പോൾ പോലും അത് ദൈവമഹത്വത്തിനു വേണ്ടി പേര് നൽകിയത് നാം കേൾക്കുന്നുണ്ട്. ഹെയ്സൽ എന്നതിൻ്റെ അർത്ഥം ദൈവം കണ്ടിരിക്കുന്നു. കണ്ണീര്, പ്രാർത്ഥന, ജീവിതം ദൈവം കണ്ടിരിക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് കുഞ്ഞിന് പേരിടുവാനുള്ള മനസ്സ് പോലും കുടുംബം പ്രദർശിപ്പിക്കുന്നത് നമ്മൾ കാണുകയാണ്. സമയം ചുരുക്കി കൊടുക്കുന്ന, പ്രാർത്ഥനകളെ അനുഗ്രഹങ്ങളാക്കുന്ന, പ്രതിസന്ധികൾക്ക് പരിഹാരം കൊടുക്കുന്ന അമ്മ മാതാവിൻ്റെ അരികിൽ വ്യക്തിപരമായി എടുക്കുന്ന ഉടമ്പടി അത് ജീവിത നവീകരണത്തിനും മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ കൂടുതൽ സന്നദ്ധത കൊടുക്കുകയും ഒപ്പം ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെ അകറ്റിക്കൊടുക്കുകയും ചെയ്യുന്ന സാക്ഷ്യമാണ് ഈ മകൾ നമ്മുടെ സന്നിധിയിൽ പങ്കുവെക്കുന്നത്. ഈശോനാഥൻ്റെ അരികിൽ ഈ കുടുംബത്തിന് ലഭിച്ച അനുഗ്രഹങ്ങളെ അമ്മ മാതാവ് വഴി നന്ദിയോടെ സമർപ്പിച്ച് കരഘോഷത്തോടു കൂടി ദൈവമഹത്വത്തിന് നമുക്കിത് അർപ്പിക്കാം.